ഹായ് ഗീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടണിയുടെ റെക്കോർഡിൻ്റെ ഫൈനൽ പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നിടത്തൊക്കെ ഞാനാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോണിംഗ് വെക്ടറും ബയോ റിയാക്ടറും പിന്നെ നമ്മുടെ ഇതാണ് ബീറ്റി കോട്ടനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം ഞാനാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ച് അവിടെ എഴുതാനുള്ളതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് ഫിസിയോളജി ആയിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നത് സ്റ്റഡി ഓഫ് പ്ലാന്റ് പിഗ്മെൻറ്റ് ബൈ പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനാദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിക്ചർ വരയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്ത് അടയാളപ്പെടുത്തുന്നതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ വരുമ്പോഴേ നമ്മളതിൻ്റെ എയിമും മെറ്റീരിയൽസ് റിക്വയർഡ് പ്രൊസീജിയർ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് എഴുതാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പടം എല്ലാം വരച്ച് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ നെക്സ്റ്റ് പോയ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ആ എഴുതാനുള്ള സംഭവങ്ങളെല്ലാം എഴുതാനായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം അതിൻ്റെ ഒരു മെയിൻ ഹെഡിങ് പോലെ സ്റ്റഡി ഓഫ് പ്ലാന്റ് പിഗ്മെൻറ്റ് ബൈ പേപ്പർ ക്രൊമാറ്റോഗ്രഫി നമ്മൾ എഴുതി കൊടുത്തു. അതിനുശേഷം അതിൻ്റെ എയിംസ് എഴുതി, പിന്നെ മെറ്റീരിയൽസ് റിക്വയർഡാണ് എഴുതിയത്. അതിനുശേഷം പിന്നെ പ്രൊസീജിയർ എഴുതി തുടങ്ങി. ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് മൊത്തത്തിൽ 4 എണ്ണമാണ് ഉള്ളത്. പക്ഷേ എക്സ്പെരിമെൻറ്റ് എഴുതാനുള്ള പേജസ് നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പേജിൽ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജൊക്കെ എടുത്ത് മാറ്റി മറിച്ചിട്ട് അങ്ങനെ എഴുതാം. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാത്രം എനിക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 പേജസാണ് എടുത്തത്. 3 പേജസിലും കൂടെ ആയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് മൊത്തത്തിൽ എഴുതി തീർത്തത്. പിന്നെ അതിനുശേഷമാണെങ്കിൽ ഞാനാണെങ്കിൽ എല്ലാത്തിനെയും മെയിൻ ആയിട്ടുള്ള ആ ഒരു ഹെഡിങ്ങുകൾ എയിം, പ്രൊസീജിയർ, മെറ്റീരിയൽസ് റിക്വയർഡ് അതിനെല്ലാം ഞാൻ ഓരോരോ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് നമുക്കാണെങ്കിൽ ഒരു ബീക്കറിനകത്ത് ടെസ്റ്റ് ട്യൂബ് പോലത്തെ വരുന്നതും നമ്മുടെ ഫണലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഫിഗറാണ് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോരോ സംഭവങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈഡ്രില്ല പ്ലാന്റ് അത് ഇങ്ങനെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ഫിഗറാണ്. അപ്പോൾ അതെല്ലാം മൊത്തവും അടയാളപ്പെടുത്തി കറക്റ്റായിട്ടൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെയും ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എഴുതാനുള്ള സംഭവങ്ങളെല്ലാം എഴുതാനായിട്ട് പോയി. അപ്പം ഇതിന് നമ്മൾ ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് എന്ന ഹെഡിങ് കൊടുത്തു, പിന്നെ എയിം എഴുതി, മെറ്റീരിയൽസ് റിക്വയർഡ് എഴുതി, അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ എഴുതി. ഈ ഒരു എക്സ്പെരിമെൻറ്റിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 പേജസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 പേജസ് ആയപ്പോഴത്തേക്കും ഒബ്സർവേഷനും ഇൻഫറൻസും എല്ലാം കഴിഞ്ഞ് ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നത് ഫെർമെൻറ്റേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നുണ്ടായിരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോണിക്കൽ ഫ്ലാസ്കും ഒരു ടെസ്റ്റ് ട്യൂബും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പുറത്ത് വെച്ചേക്കുന്നത് പോലെയുള്ള ഒരു പിക്ചറായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം അതുപോലുള്ളതുപോലെ തന്നെ കറക്റ്റായിട്ട് വൃത്തിക്ക് വരച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് അത് നമ്മൾ ലേബൽ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ ലേബൽ ചെയ്ത് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്രാവശ്യവും നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഇത് എഴുതാനായിട്ട് പോയി. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് പേന കൊണ്ട് എഴുതുന്നതിന് നമ്മൾ ഓൾ അബൌട്ട് ബോട്ടണി റെക്കോർഡ് എന്ന് പറഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പേന തന്നെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അതിൻ്റെ പ്രൊസീജിയറും എയിംസും മെറ്റീരിയൽസ് റിക്വയർഡ് എല്ലാ സംഭവങ്ങളും നമ്മൾ എഴുതി കൊടുത്തു. മെയിൻ ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടാണല്ലോ എഴുതുന്നത്. പിന്നെ അതും ഇങ്ങനെ എഴുതി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു, അതും എഴുതി. ഇൻഫറൻസ് എല്ലാം കൂടെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം കറക്റ്റായിട്ട് ആ ഒരു പേജിൽ തന്നെ തികഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേജിലും കൂടെ ആയിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതെല്ലാം അണ്ടർലൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് എഴുതാനായിട്ട് എടുത്തു. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടായിരുന്നത് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 3 പിക്ചറായിട്ടാണ് നമുക്കിത് വരയ്ക്കാനുള്ളത്. ആദ്യം നമ്മൾ സ്റ്റൊമാറ്റയുടെ ആ ഒരു ചെറുതല്ല, കുറച്ച് അത്യാവശ്യം ഒരു ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ എൻലാർജ്ഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് മോണോകോട്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെയും ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പം മോണോകോട്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെയും നമ്മൾ ടെക്സ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ച ഡയഗ്രാം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഡയഗ്രാമാണ് നമുക്ക് റെക്കോർഡിനകത്ത് വരയ്ക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു വലിയൊരു ഡയഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡയഗ്രാം ഞാൻ വരച്ചു കൊടുത്തതാണ്. അപ്പോൾ ഏകദേശമൊക്കെ അത് വൃത്തിക്ക് തന്നെ വരച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടയാളപ്പെടുത്തുന്ന പരിപാടിയിലേക്ക് പോയി. അപ്പോൾ അതെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ മോണോകോട്ടിൽ വരുന്നതും ഡൈക്കോട്ടിൽ വരുന്നതും സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലായിട്ടായിരുന്നു നമുക്ക് വരയ്ക്കേണ്ടത്. ടെക്സ്റ്റിലും അങ്ങനെ തന്നെ ആയിരുന്നു കിടക്കുന്നത്. അപ്പം അത് രണ്ടും കൂടി നമുക്ക് വരച്ചു കൊടുക്കേണ്ട സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും വരച്ചിട്ട് നമ്മൾ നടുഭാഗത്തായിട്ടാണ് ലേബൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബോക്സൊക്കെ വരച്ച് അതിനകത്ത് മോണോകോട്ടിലെയും ഡൈക്കോട്ടിലെയും വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ലേബലും കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ലേബലിങ്ങും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും താഴത്തോട്ടായിട്ട് കുറച്ച് സംഭവങ്ങൾ എഴുതാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് എഴുതാനുള്ളതിനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡിങ് കൊടുത്തു, എയിം കൊടുത്തു, പിന്നെ മെറ്റീരിയൽസ് റിക്വയർഡ്, പിന്നെ നമ്മുടെ പ്രൊസീജിയർ കൊടുത്തു.
ഇതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ അതെല്ലാം ഇങ്ങനെ എഴുതി വന്നു. അപ്പം ഒബ്സർവേഷനും എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇൻഫറൻസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒബ്സർവേഷൻ എഴുതിയതിനകത്ത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ വലുതായിട്ട് നമ്മൾ കറുപ്പിക്കാനൊന്നും നിൽക്കാതെ ജസ്റ്റ് ഒരു വെട്ടി ഞാനതങ്ങ് നിർത്തി. ആണെന്നുണ്ടെങ്കിൽ ഇൻഫറൻസ് കൂടെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റെക്കോർഡ് മൊത്തം കംപ്ലീറ്റ് ആയി. അങ്ങനെ ബോട്ടണിയുടെ റെക്കോർഡ് മൊത്തം കംപ്ലീറ്റ് ആയി. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടതൊക്കെ അണ്ടർലൈനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മുടെ പല പിക്ചേഴ്സിൻ്റെയും സൈഡിലൊക്കെ പെൻസിലിൻ്റെ വരയും അല്ലാതെ ഒരു വൃത്തികേട് പോലും ഇങ്ങനെ കാണുന്നതെല്ലാം ഞാനിങ്ങനെ എറൈസർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മായ്ച്ച് കൊടുത്തു. അന്നേരം മായ്ച്ച് കൊടുക്കുമ്പോഴേ ചിലതൊക്കെ നമ്മൾ എഴുതിയത് പോകും. പിന്നെ അതൊക്കെ നമ്മൾ പെൻസിലൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ ആദ്യമേ കുറേതൊക്കെ ഞാനാണെങ്കിൽ മായ്ച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ ഞാൻ പിന്നെ ഒന്നുകൂടെ ചെയ്തു. പിന്നെയും നമ്മളുടെ അച്ചു പോലും ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടണിയുടെ റെക്കോർഡ് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ മൊത്തം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം മുതലേ ഞാൻ വരച്ചിരുന്നത്, നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ആദ്യം മുതലേ വരച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും നിങ്ങൾക്കിപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ഒരു ഓർഡറിലാണ് വരയ്ക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ഈ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ട് 1-2 ദിവസം ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ അവസാനം ഈ ഒരു റെക്കോർഡ് ഒരു ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞിട്ടൂടായിരുന്നു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റെക്കോർഡെല്ലാം പൊതിയണം എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എക്സ്പെരിമെൻ്റ് എല്ലാം കൂടെ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റെക്കോർഡ് മൊത്തത്തിൽ വരുന്നുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടണി റെക്കോർഡിൻ്റെ വീഡിയോ മൊത്തം നമ്മളൊരു സീരീസ് പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സുവോളജിയുടെ റെക്കോർഡ് കംപ്ലീറ്റിംഗ് സീരീസുമായിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.